അപ്പോൾ ഇതിന് എത്ര ശരിക്കും ടൈം ഫ്രെയിം എത്ര വേണ്ടി വരും ഒരു പേഷ്യൻറ്റിന് ഈ പറഞ്ഞ പോലെ IVF സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നവരെയുള്ള? 20 days ശരിക്കും പറഞ്ഞാൽ വേണ്ടു. IVF സ്റ്റാർട്ട് ചെയ്യാനും ഇത് എല്ലാം കൂടി തീർന്ന് പിന്നെ 2 weeks 35-40 ഡേയ്സിനുള്ളിൽ ഷീ വിൽ കം ടു നോ വെദർ ഷീ ഈസ് പ്രഗ്നൻറ്റ് ഇഫ് അത് സെയിം സൈക്കിളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ട്രാൻസ്ഫറൊക്കെ ചിലപ്പോൾ മാറ്റി വയ്ക്കും, പല റീസൺസും ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഒരു വട്ടം ചെയ്തു അത് പോസിറ്റീവ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും, ബാക്കിയുള്ള എംബ്രിയോസ് അവർ ഫ്രീസ് ചെയ്ത് വെക്കും. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ 2-3 ചിലപ്പോൾ 1-2 സൈക്കിൾ കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യും. അതും പേഷ്യൻറ്റിൻ്റെ കൺവീനിയൻസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് എംബ്രിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഈ IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം അല്ലേ? 15 ദിവസം ഹോസ്പിറ്റലൊന്നും വേണ്ട, ഒരു 4 visits ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം മോണിറ്റേഡ് ആയിരിക്കും. അതായത് അവർ ഓരോ IVF കേസിനും പേഷ്യൻറ്റിനെ ക്ലോസ് ആയിട്ട് പേഷ്യൻറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവർ വിളിച്ച് സംസാരിക്കും. എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും അവർ നമ്മളായിട്ടും ഡയറക്റ്റ്ലി സംസാരിക്കും.